വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. 10ാം ക്ലാസ് വരെ ഒരുപാട് സബ്ജക്ട്സ് ഒക്കെ പഠിച്ച് ദെൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലോട്ട് തിരിയാനുള്ള സമയമാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. സോ നിങ്ങളുടെ മുമ്പിൽ 3 സ്ട്രീമുകളുണ്ട്. നമുക്കറിയാം, നമ്പർ 1 സയൻസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്പർ 2 കോമേഴ്സ് ഉണ്ട്, നമ്പർ 3 ഹ്യൂമാനിറ്റീസ് ഉണ്ട്. സോ ഇന്നു മുതൽ നിങ്ങളുടെ +1 ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനല് പ്യുവർലി കോമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ കൊമേഴ്സ് എടുത്തുള്ള കുട്ടികൾ എന്താണ് കൊമേഴ്സിൽ പഠിക്കാനുള്ളത്? +1-ൽ പല പല സബ്ജക്റ്റുകളുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി +1-ലെ കോമേഴ്സ് എടുത്തുള്ള കുട്ടികളുണ്ടായിരിക്കും. അത് മാത്രമല്ല, സയൻസ് കിട്ടാണ്ട് കോമേഴ്സിൽ വന്നിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. പിന്നെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം കോമേഴ്സ് എടുത്തുള്ള കുട്ടികളുണ്ടായിരിക്കും. ഇങ്ങനെ പല വിഭാഗം കുട്ടികളുണ്ട്. സോ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഏതൊക്കെയാണ്, ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് 1 ഇയറിനെ പല ക്വാർട്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഓരോ സമയത്തിനുള്ളിൽ നിങ്ങൾ എത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. സോ ഇങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ നൽകാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. +1 +2 അതുപോലെ തന്നെ BCom BBA MCom അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ +1-ലെ നിങ്ങളുടെ 5 സബ്ജക്ട്സിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിനെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. അതിൻ്റെയൊക്കെ നോട്ട്സ്, അത് മലയാളത്തിൽ വേണ്ട കുട്ടികൾക്ക് മലയാളം, ദെൻ ഇംഗ്ലീഷിൽ വേണ്ട കുട്ടികൾക്ക് ഇംഗ്ലീഷ്. സോ 2 ലാംഗ്വേജിലും അതിൻ്റെ നോട്ട്സും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കൊമേഴ്സിൽ വരുന്ന 4 കോമ്പിനേഷൻസ് ആണ് ഇവിടെ താഴെ കാണാൻ സാധിക്കുക. അതിൽ നിങ്ങൾ നിർബന്ധമായും 3 സബ്ജക്ട്സ് എന്തായാലും പഠിക്കേണ്ടതാണ്. 4ാമത്തെ പേപ്പറിലാണ് ചേഞ്ച് വരുന്നത്. അതിൽ ആദ്യം ബിസിനസ് സ്റ്റഡീസ്, പിന്നെ അക്കൗണ്ടൻസി, ദെൻ ഇക്കണോമിക്സ്, മാത്സ്, പിന്നെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ 4ാമത്തെ പേപ്പറിലാണ് ചേഞ്ചസ്. അത് ചില സ്കൂളുകളിൽ, ഓരോ സ്കൂളുകളിലും ചില പേപ്പേഴ്സ് ആയിരിക്കും അവരെടുക്കുക. നിങ്ങൾ ജോയിൻ ചെയ്തുള്ള സ്കൂളിൽ ഏത് പേപ്പറാണെന്നുള്ളത് ടീച്ചറോട് ചോദിക്കുക. ദെൻ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ലാംഗ്വേജ് പേപ്പർ എല്ലാവർക്കും കോമൺ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 കോമ്പിനേഷൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. അതിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ് എന്ന് പറയുന്നത് എല്ലാവരും പഠിക്കണം. ബാക്കിയുള്ള പേപ്പറുകൾ ചില ഓരോ സ്കൂളുകൾ അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളിലോട്ട് നെക്സ്റ്റ് കിടക്കാം. +1-ൽ അതിലിപ്പോൾ ആദ്യം വരുന്നത് മലയാളം പേപ്പറിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ മലയാളം എടുക്കുന്ന ടീച്ചർ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൻ്റെ ക്ലാസ് വേണമെങ്കിലും അതും അവൈലബിൾ ആണ്. അപ്പോൾ ജൂൺ ജൂലൈ ഈ 2 മാസം കൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കിനാവ് എന്ന് പറയുന്ന ആദ്യത്തെ യൂണിറ്റ് ആണ്. പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ കാഴ്ച, ഒക്ടോബർ നവംബറിൽ ഉള്ളറിവ്, ഡിസംബർ ജനുവരി ഉറവ്, ഫെബ്രുവരി ആവർത്തനം, മാർച്ചിലെ മോഡൽ പരീക്ഷ. ഇങ്ങനെയാണ് മലയാളത്തിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടുള്ളത്. മലയാളം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അതല്ലേ, നല്ല മാർക്ക് മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ മലയാളം ഓപ്ഷണലാണ്. അതിൽ ജൂൺ ജൂലൈയിലെ ദീപ്തമായ ഓർമ്മകൾ, ഓഗസ്റ്റിലെ കഥാമുദ്രകൾ, സെപ്റ്റംബർ ഒക്ടോബർ ഭാഷ എന്ന വിസ്മയം, നവംബർ ഡിസംബർ കവിതയുടെ വഴികൾ, ജനുവരി ഫെബ്രുവരിയിൽ. അപ്പോൾ നിങ്ങൾ കയ്യിൽ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യട്ടെ ഓരോ സബ്ജക്റ്റിൻ്റെ. ഈ മാസങ്ങളിൽ ഈ യൂണിറ്റുകൾ പഠിച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനോട് കൂടി വേണം പഠിക്കാൻ. ഓക്കെ, ദെൻ ജനുവരി ഫെബ്രുവരിയിൽ സംസ്കൃതിയുടെ ഉള്ളറകൾ തേടി, ഫെബ്രുവരി മാർച്ചിൽ ആവർത്തനം, റിവിഷനാണ് മോഡൽ പരീക്ഷ. ഇതാണ് മലയാളം. അപ്പോൾ മലയാളവും ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ അത്രത്തോളം
എന്താ ഒരു വെറൈറ്റി എന്ന് പറയാനില്ലല്ലോ. നമുക്ക് പുതിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൊമേഴ്സിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളാണ്. അപ്പോൾ എന്താണ് കൊമേഴ്സിലുള്ളതെന്നുള്ളത് ഞാനപ്പോൾ ആ സബ്ജക്റ്റ് കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ രണ്ടാമത് വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. സോ ഇംഗ്ലീഷിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് വരുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങൾ പഠിക്കാനുള്ളതാണ്. യൂണിറ്റ് നമ്പർ 1 ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, then I will fly, then quest for a theory of everything, poem, then unit number 2 and then Gandhi came, the leveler. അപ്പോൾ ഇതാണ് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ടൈമിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ടൈം 1 പിന്നെ ടൈം 2 നിങ്ങൾക്ക് വരുന്ന ചാപ്റ്റർ ഡീറ്റെയിൽസ് ആണ് ഇതൊക്കെ. ഓക്കെ, അത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു ഞാൻ കോമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൂടുതൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഹിന്ദിയാണ്. ഓക്കെ, അപ്പം ഞാനതൊക്കെ ഹിന്ദിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ. സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തുള്ള കുട്ടികളുണ്ടാവും, ഹിന്ദി എടുത്തുള്ള കുട്ടികളുണ്ടാവും. ഹിന്ദി ഓപ്ഷണലാണിത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം, അക്കൗണ്ടൻസി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പെട്ടിക്കട നടത്തുന്ന ഒരു വ്യക്തി. ആ വ്യക്തി സോൾ പ്രൊപ്രൈറ്റർ ആണ്, ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് നടത്തുന്നു. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പാർട്ട്ണർഷിപ്പ്, 2 അതിലധികമോ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നു, പാർട്ട്ണർഷിപ്പാണ്. ഇതല്ലാണ്ട് കമ്പനികളെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും, വലിയ വലിയ ജയൻസ്, ഇപ്പോൾ അംബാനി, റിലയൻസ്, വലിയ കമ്പനികൾ, ഇതൊക്കെ ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇനി കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുള്ള. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് +1 നിങ്ങൾ ഇനി തുടങ്ങുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ് സ്റ്റഡീസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബിസിനസ്സിനെ പറ്റി പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ബേസ് എന്താണ് ബിസിനസ് എന്നൊക്കെയാണ് അതിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ദെൻ പിന്നെ വരുന്ന പേപ്പറാണ് അക്കൗണ്ടൻസി. പലരും അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ മാത്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് വരും. ഞാനൊക്കെ 10th കഴിഞ്ഞിട്ട് മാത്സിൽ നല്ല മാർക്ക് ഉള്ളതുകൊണ്ട് മാത്സ് ആണെന്ന് വിചാരിച്ചിട്ട് കോമേഴ്സ് എടുത്തു. പിന്നെ വന്നപ്പോഴാണ് മനസ്സിലായ മാത്സ് അല്ല അക്കൗണ്ടൻസി എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ബിസിനസ്സിലെ കണക്കെഴുത്താണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസി. അത് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് തോന്നിയ പോലെയല്ല എഴുതി വെക്കേണ്ടേ. ഇവിടെ ബിസിനസ്സിലത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതിൻ്റേതായുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഫോളോ ചെയ്ത് വേണം കാണിക്കാൻ. അതാണ് നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കുന്നത്. ഓക്കെ, ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കണം, അതിനെ അനലൈസ് ചെയ്യണം. ബിസിനസ്സുകാർക്ക് അനലൈസ് ചെയ്ത് അതിൻ്റെ ബേസിൽ തീരുമാനങ്ങൾ എടുക്കണം, ഡിസിഷൻസ് എടുക്കണം. സോ ഇതൊക്കെ നമുക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം അടുത്ത ദിവസം തന്നെ ഓരോ സബ്ജക്റ്റ് എന്താണെന്നും അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അറ്റ് പ്രസൻറ്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. അതിലാദ്യം 4 മാസങ്ങൾ ടൈം 1 ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നിങ്ങൾ അക്കൗണ്ടൻസി വിത്ത് AFS എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പേപ്പറും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, ഇതൊക്കെ ബേസാണ് അക്കൗണ്ടിങ്ങിൻ്റെ. ഓക്കെ, ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ നിങ്ങൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ജനുവരി, ഫെബ്രുവരിയിൽ നിങ്ങൾ ഇതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന. അപ്പോൾ ഞാൻ സബ്ജക്റ്റ് ഇതാണെന്ന് പറഞ്ഞു തരണമെന്ന് മാത്രം. ഓക്കെ, കണ്ടോ, അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉണ്ട്, അക്കൗണ്ടൻസി വിത്ത് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. വളരെ നിങ്ങളിനി കോമേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്ന കാലങ്ങളോളം നിങ്ങളുടെ പിന്നാലെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സബ്ജക്റ്റ് അക്കൗണ്ടൻസിയാണ്. ഏത് എക്സാമിന് പോയാലും, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആവട്ടെ, ജോലിക്ക് ആവട്ടെ, എന്തിനു പോയാലും നിങ്ങളുടെ പിന്നാലെ എന്തുണ്ടാവും? അക്കൗണ്ടൻസി ഉണ്ടാവും. ഇതില്ലാത്തൊരു ലോകമില്ല. ഓക്കെ, ഇനി ആന്ത്രപ്പോളജി ഒക്കെ അതെടുക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ, ബയോളജി അത് നമുക്കുള്ളതല്ലല്ലോ, കോമേഴ്സുകാർക്ക് പിന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസി ആയിട്ട് കാര്യങ്ങൾ
ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് ബിസിനസ്മാൻ. സോ അതുകൊണ്ടാണ് അതിന് ബിസിനസ് എന്ന് പേരിട്ട്. ബിസിനസ്മാൻ്റെ പ്രത്യേകത എന്താ? ഹീസ് വെരി ബിസി, എപ്പോഴും തിരക്കുള്ള ആൾക്കാരാ. അപ്പോൾ ബിസി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ബിസിനസ്മാൻ എന്ന് പറയുന്നതും അവർ ചെയ്യുന്ന അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട്. അതിൽ ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ ബിസിനസ്സിൻ്റെ നേച്ചർ, സ്വഭാവം, പർപ്പസ്, പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഞാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് ചെയ്യുന്നു, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കമ്പനി, അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളിവിടെ പഠിക്കണം. പിന്നെ വലിയ വലിയ സ്ഥാപനങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ നിങ്ങൾ ബിസിനസ് സർവീസസ്, പുതിയ എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഫോർമേഷൻ ഓഫ് എ കമ്പനീനെ പറ്റിയുള്ള കാര്യങ്ങൾ, സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്, പിന്നെ ജനുവരി ഫെബ്രുവരിയിൽ സ്മോൾ ബിസിനസ്, ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിനി നിങ്ങളുടെ +1 +2 അതിന് ശേഷം ഡിഗ്രി ചെയ്യുകയാണെങ്കിലും ഫുൾ നിങ്ങളിനി പഠിക്കാൻ പോകുന്നത് എന്താണ്? ബിസിനസ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൽ ബിസിനസ്സിൻ്റെ പ്യുവർ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതാണ് ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കാനുള്ള. ദെൻ അതിലുള്ള കണക്കുകൾ, പ്രോബ്ലം കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടൻസിയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം. ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പോൾ അവിടെ റിസ്ക് ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. പൈസ ഉണ്ടാക്കണം, ജോലിക്കാരെ വയ്ക്കണം, ആളുടെ ഫുൾ ടൈം ഇതിലോട്ട് ഇറക്കണം. ഇതൊക്കെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഒരു ബിസിനസ്സുമായിട്ട് ഇറങ്ങാം. ആ സമയത്ത് ആ ബിസിനസ്സിനെ സക്സസ്സിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇപ്പോൾ പെന്ന് മാനുഫാക്ചറാണ് എൻ്റെ ബിസിനസ് എങ്കിൽ, മാനുഫാക്ചർ ചെയ്യുക, പെന്ന് ഉണ്ടാക്കലാണെങ്കിൽ ഞാൻ ഏറ്റവും ചിലവ് കുറവിന് ഏറ്റവും നല്ല ക്വാളിറ്റി പെൻ എങ്ങനെ ഉണ്ടാക്കാം, ഇതൊക്കെ അറിയണ്ടേ? അത് നമുക്ക് ഇക്കണോമിക്സ് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തിൽ നടക്കുന്ന പല മാറ്റങ്ങളും നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. ട്രംപ് US പല നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നു. മാക്രോ എക്കണോമിക്സ് ആണ്. ലോകത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ ഒരു ബിസിനസ്സുകാരനെ ബാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ചുറ്റുമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കണം. അത് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് ഈ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള ടൈം 1 കാര്യങ്ങളാണ് ഇതൊക്കെ. ഇന്ത്യൻ ഇക്കോണമി, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ്, ലിബറലൈസേഷൻ, പ്രൈവറ്റ്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോ സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മറ്റൊരു പേപ്പർ. അപ്പോൾ ഇതാണ് കോമൺ പേപ്പേഴ്സ് 3. ഓക്കെ, പിന്നെ ലാംഗ്വേജ് പേപ്പേഴ്സ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഗാന്ധിയൻ സ്റ്റഡീസ്, ഇതൊക്കെ ഓപ്ഷണലായിട്ട് എടുത്തുള്ള കുട്ടികൾക്ക് ഉള്ളതാണ്. പിന്നെ മാത്തമാറ്റിക്സ് പേപ്പർ, ഇതൊക്കെ ജിയോളജി, ഇതൊക്കെ ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടുള്ള കുട്ടികൾക്കാണ്. ഹിസ്റ്ററി നമ്മുടെ ഹ്യൂമാനിറ്റി സ്റ്റുഡൻസിനൊക്കെ ഉള്ളതാണ്. ഇസ്ലാമിക് സ്റ്റഡി, ഓക്കെ, ജേർണലിസം എടുത്തിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇതാണ് മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സ് എടുത്തിട്ടുണ്ടാവും. സ്പെഷ്യലൈസേഷൻ ഈ പറയുന്ന ചില സ്കൂളുകളാണ് മാത്സ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. സെറ്റ്, റിലേഷൻസ്, ഫങ്ഷൻസ്, ട്രിഗോണമെട്രി, അതൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചതിൻ്റെ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് വേർഷനാണ് കേട്ടോ മാത്സ്. ഓക്കെ, ഇതാണ് മാത്സിൻ്റെ ഡീറ്റെയിൽസ്. ഞാനത് വല്ലാണ്ട് കാര്യങ്ങളിലോട്ട് കിടക്കുന്നില്ല. മാത്സ് പേപ്പറാണിത്. പിന്നെ വരുന്നത് മ്യൂസിക്, ഫിലോസഫി, ദെൻ ഫിസിക്സ്, നമ്മുടെ സയൻസുകാർ പഠിക്കേണ്ട കാര്യങ്ങൾ. പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. സ്പെഷ്യലൈസേഷൻ അവരുടെ സബ്ജക്റ്റാണിത്. നമ്മുടെ മെയിൻ കാര്യങ്ങൾ ഞാൻ 3 പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ്. സൈക്കോളജി എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്, സോഷ്യോളജി ഉണ്ട് ഉള്ളത്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അത് നമുക്ക് ഉള്ളതാണ് കേട്ടോ. സ്പെഷ്യലൈസേഷൻ പേപ്പറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നതാണ്. ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, പിന്നെ സുവോളജി ഒക്കെ സയൻസുകാരുടെയാണ്. ഇനി ഇത് കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമേഴ്സ് സ്റ്റുഡൻസിനുള്ളത്. അത് ചില സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് വരുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ ഉണ്ടായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് വരുന്നത്.
ഓക്കെ, പിന്നെ ഹ്യൂമാനിറ്റീസിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഠിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അത് ഓരോ സ്കൂളുകളിലും നിങ്ങളെടുത്തിട്ടുള്ള കോമ്പിനേഷൻ അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. എന്നാലും മെയിൻ ആയിട്ടുള്ള കോമൺ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്. പിന്നെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്തായാലും എല്ലാവരും പഠിക്കും. സെക്കൻഡ് ലാംഗ്വേജ് മലയാളമോ അതല്ലെങ്കിൽ ഹിന്ദിയോ. ഓക്കെ, അപ്പോൾ പെട്ടെന്നായിരിക്കും എക്സാംസൊക്കെ വരാം. കാരണം ആദ്യത്തെ ടൈം എന്ന് പറയുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറാണ്. അപ്പോൾ പലർക്കും അഡ്മിഷനൊക്കെ കിട്ടിയിട്ട് ശരിയായി വരുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുന്നത് പുതിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് ആയി വരണമെങ്കിൽ ഒരു ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ സമയം നമുക്ക് കളയാനുമില്ല. പ്ലസ് വണ്ണിലും നിങ്ങൾക്ക് ബോർഡ് എക്സാം ഉള്ളതാണ്, മനസ്സിലാവുണ്ടോ? പ്ലസ് വണ്ണിൽ നിങ്ങളുടെ മാർക്കിനെ കൂടി നിങ്ങളുടെ ടോട്ടൽ മാർക്കിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ, ലളിതമായിട്ട് കൊമേഴ്സ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺലൈനായിട്ടുള്ള ക്ലാസ്സസും ഉണ്ടായിരിക്കും. ആപ്പിലൂടെ അതിൻ്റെ റെക്കോർഡും അവൈലബിൾ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കൊമേഴ്സിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്ത്. വരും ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ബിസിനസ് സ്റ്റഡീസ് എന്താണ്, അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെയാണെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.